ഇത് ഭരണഘടനയുടെ ധാർമ്മികതയുടെ ലംഘനം മാത്രമല്ല ധൻഖർ ചെയ്തിട്ടുള്ളത്, ഭരണഘടനയെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുമെന്ന തന്റെ പ്രതിജ്ഞയോടുള്ള വഞ്ചനയുമാണ്. സുപ്രീം കോടതിക്കെതിരെ അദ്ദേഹം നടത്തിയ സമീപകാല വിമർശനം വെറുമൊരു വിവരക്കേട് മാത്രമല്ല, നമ്മുടെ റിപ്പബ്ലിക്കിന്റെ അസ്ഥിവാരത്തിന് നേരെയുള്ള അപകടകരമായ ആക്രമണമാണ് എന്നത് വളരെയധികം വ്യക്തമാണ്. പാർട്ടി പദവിയായി തങ്ങളുടെ സ്ഥാനത്തെ തെറ്റിദ്ധരിക്കുന്നവരുടെ അഭിലാഷങ്ങൾക്ക് ഭരണഘടനയെ ബന്ദിയാക്കാൻ കഴിയില്ല എന്നതിന് ചരിത്രത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഭരണഘടനാപരമായ പദവികൾ ചിലപ്പോഴൊക്കെ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതൊക്കെ സത്യമാണ്. എങ്കിലും നിലവിലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇപ്പോൾ സ്വീകരിച്ച തരം നിലപാടുകൾ അപൂർവമാണ്. സുപ്രീം കോടതിക്കെതിരെ അദ്ദേഹം നടത്തിയ സമീപകാല വിമർശനം വെറുമൊരു വിവരക്കേട് മാത്രമല്ല, നമ്മുടെ റിപ്പബ്ലിക്കിന്റെ അസ്ഥിവാരത്തിന് നേരെയുള്ള അപകടകരമായ ആക്രമണമാണ് എന്നത് വളരെയധികം വ്യക്തമാണ്. ആ രീതിയിലുള്ള പ്രയോഗങ്ങളാണ് അദ്ദേഹം ഭരണഘടനയ്ക്കെതിരായി തന്നെ നടത്തിയിട്ടുള്ളത്. ചരിത്രം ഇതിനെ ഒരു മുന്നറിയിപ്പായി ഓർക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭരണഘടന സംരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തവരാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഗവർണർമാരും ഒക്കെ. അവർ തന്നെ അതിന്റെ ഏറ്റവും വീണ്ടുവിചാരമില്ലാത്ത അട്ടിമറിക്കാരായി മാറുമ്പോൾ രാജ്യത്തെ മുഴുവൻ സംവിധാനവും യഥാർത്ഥത്തിൽ നടുങ്ങുകയാണ്. ആ രീതിയിലാണ് ഇന്ന് ഈ പ്രസ്താവനയെ നോക്കിക്കാണുന്നത്. വ്യക്തമായി പറഞ്ഞാൽ സുപ്രീം കോടതി ആർട്ടിക്കിൾ 142 ഉപയോഗിച്ചതിനെ ഉപരാഷ്ട്രപതി ധൻഖർ പരസ്യമായി അപലപിച്ചത് ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈൽ, ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ പ്രയോഗം, ആണവ മിസൈൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇത് ഗുരുതരമായ ഒരു തെറ്റാണെന്ന് മാത്രമല്ല ഭരണഘടനാ വിരുദ്ധവുമാണ്. കാരണം ഭരണഘടനയെ സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ്. ഭരണഘടനാ ശില്പികൾ രൂപകൽപ്പന ചെയ്ത ഒരു സുരക്ഷാ വാൾവാണ് ആർട്ടിക്കിൾ 142. എക്സിക്യൂട്ടീവിന്റെ അനാസ്ഥയോ നിയമനിർമ്മാണ തടസ്സമോ മൂലം നീതി ഒരിക്കലും തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന് സുപ്രീം കോടതിയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി ഈ വ്യവസ്ഥ പ്രകാരം പ്രവർത്തിക്കുമ്പോൾ അത് അധികാരം കവർന്നെടുക്കുകയല്ല, മറിച്ച് പൂർണ്ണ നീതി നടപ്പാക്കുക എന്ന ഭരണഘടനാപരമായ കൽപ്പന നിറവേറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനെ ആക്രമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനെ തന്നെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ പദവി ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നത് ആശാസ്യമല്ല. രാഷ്ട്രീയത്തിലൂടെയാണ് അവർ ആ പദവിയിലേക്ക് വന്നത് എന്നതൊക്കെ ശരി തന്നെ. ഇവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ തമിഴ്നാട് ഗവർണർ RN രവി വിസമ്മതിച്ചതിനെ സുപ്രീം കോടതി നിയമവിരുദ്ധമെന്നും ഏകപക്ഷീയമെന്നും ഒക്കെ വിശേഷിപ്പിച്ച് പ്രസ്താവന ഇറക്കിയിരുന്നു. അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അവര് പരാമർശം നടത്തിയിരുന്നു. രണ്ട് കേസുകളിലും പക്ഷപാതപരമായ ലക്ഷ്യങ്ങൾക്കായി ഉന്നത പദവി ദുരുപയോഗം ചെയ്തത് പൊതുജനരോഷത്തിനും കോടതിയുടെ ശാസനയ്ക്കും കാരണമായിരുന്നു. അതൊക്കെ തമിഴ്നാട്ടിൽ നടന്ന കാര്യങ്ങളാണ്. പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന കാലം മുതലുള്ള ധൻഖറിന്റെ പെരുമാറ്റം ഈ തമിഴ്നാട് ഗവർണർ രവിയുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രവി എന്താ ചെയ്തത്? നിയമസഭ പാസാക്കിയ നിയമങ്ങളൊന്നും ഒപ്പിട്ട് കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. തങ്ങളെ ഗവർണർ പദവിയിലേക്ക് ചുമതലപ്പെടുത്തിയ കേന്ദ്ര ഭരണത്തോടുള്ള തുറന്ന വിധേയത്വമാണ് ഈ ധൻഖറും രവിയും ഒക്കെയുള്ള ഇങ്ങനെയുള്ള ഗവർണർമാരുടെ നടപടികളെ ഒക്കെ സ്വാധീനിച്ചിരിക്കുന്നത്. ജുഡീഷ്യറി സർക്കാരിനെതിരെ വിധി പറയുമ്പോൾ നിഷ്പക്ഷ ഭരണഘടനാ സംരക്ഷകരായിരിക്കേണ്ട വൈസ് പ്രസിഡന്റ് പാർട്ടി നിലപാടിന്റെ ലൗഡ് സ്പീക്കർ ആവുക എന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത പ്രവൃത്തിയും ബഹുമാനിക്കേണ്ട സ്ഥാപനത്തെ തന്നെ അട്ടിമറിക്കുന്ന നടപടിയുമാണ്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ പെരുമാറുന്നതിൽ കീഴ്വഴക്കങ്ങളുണ്ട്, കഴിഞ്ഞ കാലത്തെ ചരിത്രമുണ്ട്. ഇത് ഭരണഘടനയുടെ ധാർമ്മികതയുടെ ലംഘനം മാത്രമല്ല ധൻഖർ ചെയ്തിട്ടുള്ളത്, ഭരണഘടനയെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുമെന്ന തന്റെ പ്രതിജ്ഞയോടുള്ള വഞ്ചനയുമാണ്. ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുമെന്നല്ല അവരൊന്നും പറഞ്ഞത്, ഭരണഘടന സംരക്ഷിക്കുമെന്നാണ്. വൈസ് പ്രസിഡന്റിന്റെ ജോലി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉയരുക എന്നതാണ്. അതാണ് കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് മിക്കവാറും. അല്ലാതെ ഇതുപോലുള്ള പദവിയിൽ ഇരിക്കുന്നവർ എക്സിക്യൂട്ടീവിന്റെ വേട്ടമൃഗമായി അധപതിക്കുകയല്ല വേണ്ടത്.
ഗവർണർ എന്ന നിലയിലുള്ള തന്റെ വിധേയത്വത്തിന്, ബംഗാൾ ഗവർണർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന് മോദി സർക്കാർ നൽകിയ പ്രതിഫലമാണ് വൈസ് പ്രസിഡന്റ് പദവി. അത് എല്ലാവർക്കും അറിയാം. അതിൽ കൂടുതൽ ലഭിക്കലാണ് ഒരുപക്ഷെ ധൻഖറിന്റെ അഭിലാഷം എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള പെരുമാറ്റത്തിൽ നിന്ന്, അദ്ദേഹം പുറപ്പെടുവിച്ച വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവുന്നത്. എങ്ങനെയെങ്കിലും രാജ്യത്തെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തുക, രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിലെത്തുക എന്നതായിരിക്കും ഒരുപക്ഷെ ധൻഖറിന്റെ ലക്ഷ്യം. പക്ഷേ ധൻഖറിന്റെ പെരുമാറ്റത്തിന്റെ അനന്തര ഫലങ്ങൾ ഭയാനകമാണ്. അതാണ് നമ്മൾ രാജ്യം നേരിടുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസാനത്തെ അത്താണിയായ നീതിന്യായ വ്യവസ്ഥയിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് വളരെ പവിത്രവുമാണ്. അതിന്റെ കടക്കലാണ് ഇപ്പോൾ ധൻഖർ കത്തിവെച്ചിരിക്കുന്നത്. ഉയർന്ന ഭരണഘടനാധികാരികൾ കോടതിയെ അപകീർത്തിപ്പെടുത്തുമ്പോൾ അവർ നീതിയുടെ അടിത്തറയെ തകർക്കുകയും നിയമവാഴ്ചയെ തന്നെ അട്ടിമറിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഗവർണർ എന്ന നിലയിൽ ഭരണഘടനാ വിരുദ്ധമായ തടസ്സം സൃഷ്ടിച്ചതിന് തമിഴ്നാട് ഗവർണർ രവിയെ പുറത്താക്കാൻ അർഹനാണെങ്കിൽ, പക്ഷപാതപരമായ ആക്രമണങ്ങൾ നടത്തുന്ന ധൻഖറും അതിന് അർഹൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യകരമായ ഒരു ജനാധിപത്യത്തിൽ ധാർമ്മികത ലെവലേശമുണ്ടെങ്കിൽ ധൻഖർ രാജിവെച്ചു പോവുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിടിച്ചു പുറത്താക്കുക മാത്രമാണ് ഏക പരിഹാരം. ഇന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അത്തരത്തിൽ ഭൂരിപക്ഷം കേന്ദ്രത്തിൽ ഭരിക്കുന്ന കക്ഷിക്കൊക്കെയുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടി പദവിയായി തങ്ങളുടെ സ്ഥാനത്തെ തെറ്റിദ്ധരിക്കുന്നവരുടെ അഭിലാഷങ്ങൾക്ക് ഭരണഘടനയെ ബന്ദിയാക്കാൻ കഴിയില്ല എന്നതിന് ചരിത്രത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ചരിത്രം ഇതൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേട്ടത്തിനായി തങ്ങളുടെ പവിത്രമായ പദവികളെ വിഷലിപ്തമാക്കുന്ന ഇത്തരം ധൻഖറിനെ പോലുള്ള, രവിയെ പോലുള്ളവരോട് ചരിത്രം ദയ കാണിക്കില്ല എന്ന് ഉറപ്പാണ്.